സാംസ്കാരിക പൈതൃകത്തിന്റെ സമ്പന്നത നിറഞ്ഞ ഹൈറേഞ്ച് ടൂറിസം കേന്ദ്രമായ വയനാട്ടിൽ ജൈവവൈവിധ്യത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് നിലവിൽ വന്നു. ഫോട്ടോഗ്രാഫിക്ക് മുഖ്യ പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ആസ്വാദനവും ഫോട്ടോഗ്രാഫിയും ക്യാമറ മ്യൂസിയവും ഒക്കെ കോമാച്ചി പാർക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. കാണാം. നോർത്ത് വയനാട്ടിൽ മാനന്തവാടി തലശ്ശേരി ദേശീയപാതയിൽ ബോയ്സ് ടൗൺ എന്ന സ്ഥലത്താണ് കോമാച്ചി പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി മ്യൂസിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സെന്റർ, ഓഗ്മെന്റ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി സെന്ററുകൾ, ഓഡിയോ വിഷ്വൽ തിയേറ്റർ, ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർട്ട് വില്ലേജ്, സ്റ്റുഡിയോ ഫ്ലോർ, വിവിധങ്ങളായ ഫോട്ടോഷൂട്ട് പോയിന്റുകൾ, വിദേശ പക്ഷികൾക്കുള്ള ഏവിയറി, 1200-ലധികം ഇരിപ്പിടങ്ങളുള്ള ആംഫി തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളാണ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പരിസ്ഥിതി ദൗത്യത്തിന്റെ ഭാഗമായി ദേശീയവും ദേശാടനപരവുമായ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ പിന്തുണക്കുന്നതിന് വേണ്ടി 500-ലധികം മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യനും വിദേശ ഇനങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുത്ത 1000-ലേറെ പൂച്ചെടികളും തദ്ദേശ വൃക്ഷ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന സമർപ്പിത വനവും പാർക്കിലുണ്ട്. സുഗന്ധമുള്ള മരങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ച് സവിശേഷമായ 10 സുഗന്ധ മേഖലകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണിവിടെ. വയനാട് ആസ്വദിക്കാനുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് കോമാച്ചി പാർക്ക് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ് ഈ കാലത്ത്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരിസ്ഥിതിക്ക് അനുസൃതമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. പിന്നെ വരുന്ന ആളുകൾക്ക് പഠനത്തിന് ഉപയോഗിക്കാവുന്ന, അതായത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, ആർട്ട് വില്ലേജ് ഉണ്ട്, വെർച്വൽ റിയാലിറ്റി ഉണ്ട്, ഓഗ്മെൻറ്റ് റിയാലിറ്റി ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ഫോട്ടോഗ്രാഫിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണ്. അതുപോലെ ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പഠനം കൂടി നടക്കുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റിനെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൗരോർജ്ജ എനർജിയിലാണ് പാർക്കിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ തികച്ചും പരിസ്ഥിതി സൗഹൃദപരവുമാണ്. പാർക്കിലെ എല്ലാ സോണുകളും ഭിന്നശേഷി സൗഹൃദപരവുമാണ്. ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമായി പ്രവർത്തിക്കാനുതകുന്ന തരത്തിലാണ് കോമാച്ചി പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏത് കാലാവസ്ഥയിലും സന്ദർശിക്കാവുന്ന, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ മഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇവിടെ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു പഠനയാത്ര എന്ന നിലയിൽ ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കും മറ്റ് സാംസ്കാരിക കൂട്ടായ്മകൾക്കും കോമാച്ചി പാർക്കിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സെമിനാറുകൾ, മീറ്റിംഗുകൾ തുടങ്ങി മറ്റ് സാംസ്കാരിക പരിപാടികളും സ്റ്റേജ് ഷോകളും നടത്താനുള്ള ചെറുതും വലുതുമായ ഓഡിറ്റോറിയങ്ങളും താമസ സൗകര്യങ്ങളും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത അനുഭവമായിരിക്കും സന്ദർശകൻ ഇവിടെ. ഒരു ഫോട്ടോഗ്രാഫിക് തീം പാർക്ക് എന്ന സങ്കല്പം, അത് ഏറ്റവും യാഥാർത്ഥ്യമാകുന്ന ഒരിടം കൂടിയാണ് കോമാച്ചി പാർക്ക്. വിനോദം, വിജ്ഞാനം, ഏറ്റവും സുഖകരമായ കാലാവസ്ഥ, എല്ലാം കൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും യുവതികൾക്കും എല്ലാം ആസ്വദിക്കാവുന്ന ഒരിടം. അതാണ് കോമാച്ചി പാർക്ക്. അതിൻ്റെ സങ്കല്പത്തിൽ തന്നെ അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കോമാച്ചി പാർക്കിൽ നിന്നും ക്യാമറാമാൻ KP അനീഷിനൊപ്പം PV ജോഷില.